ന്യൂനപക്ഷങ്ങളോടുള്ള CPMന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പല രൂക്ഷ വിമർശനങ്ങളും ഉന്നയിച്ച് രംഗത്ത് വരാറുള്ളതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കാലത്തടക്കം രൂക്ഷമായ വിമർശനങ്ങൾ CPMന് നേരെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ സമസ്തയുമായി CPM അടുക്കുന്നു, അല്ലെങ്കിൽ സമസ്ത നേതാക്കളുമായി CPM കൂടുതൽ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു എന്നതടക്കം വലിയ ആശങ്കയായിരുന്നു ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും എല്ലാം വോട്ട് വിഹിതത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ചകൾ ഉണ്ടായി എന്നതും ലീഗിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ടുള്ള വിജയമാണ് ലീഗ് അടക്കമുള്ള UDFന് നേടാൻ സാധിച്ചത്. എന്നാൽ ഏറെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. CPMനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതില്ല എങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തര പൗരന്മാരാകുമെന്നത് തമാശയാണ്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPM ശ്രമിച്ചു. ഇതിന് CPMന് വലിയ പ്രഹരം കിട്ടിയെന്നും അടക്കമുള്ള കടുത്ത ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി മതത്തെ ഇരുതലമൂർച്ചയുള്ള വാളായി CPM ഉപയോഗിക്കുന്നുവെന്നുള്ള ഗുരുതര ആരോപണങ്ങളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ CPMനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ലീഗ് മുഖപത്രമായ ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മതനിരാസത്തിലൂന്നിയ കമ്മ്യൂണിസത്തെ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് CPM കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത്. ഇരുതലമൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് CPM തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതെയാവുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. കോഴിക്കോട്ട് MK രാഘവനെതിരെ കരീം കയായും വടകരയിൽ ഷാഫി പറമ്പിലിനെതിരെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടായും വന്നത് ഇതിന്റെ ഉദാഹരണമാണ്. ഏക സിവിൽ കോഡ്, സവർണ സാമ്പത്തിക സംവരണം, മുത്തലാഖ് നിരോധനം, ലവ് ജിഹാദ് എന്നിവ ആദ്യം ഉന്നയിച്ചത് CPM ആണ്. കേരളത്തിൽ സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിച്ചതും മുസ്ലിം സംവരണം വെട്ടിക്കുറച്ചതും CPM സർക്കാരുകളാണ്. ഇസ്ലാമോഫോബിയാണ് പിണറായി പോലീസ് മുഖമുദ്രയെന്ന് ഘടകകക്ഷിയായ CPI പോലും ആരോപിച്ചു. ഇത്തവണ സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് പൊന്നാനിയിൽ CPM ശ്രമിച്ചത്. സമുദായത്തിലെ സംഘടനകളുടെ പൊതു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ മതനിരാസ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് സമസ്തയെ ശിഥിലമാക്കാൻ മോഹമുണ്ടാവാം. ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് CPMകാർ ഇനിയുമേറെ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് മതേതരവും ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സഹന സാമീപ്യവുമാണ്. സ്നേഹപ്പൊയ്കയിൽ വിഷം കലർക്കുന്നവർക്ക് വൈകാതെ വാളെടുത്തവൻ വാളാൽ എന്ന അവസ്ഥയുണ്ടാകുമെന്നും സാദിഖ് അലി തങ്ങൾ ചൂണ്ടിക്കാട്ടി. വടകരയിൽ UDF പുറത്തിറക്കിയെന്ന് ആരോപിച്ച് LDF വളരെയധികം പ്രചരണായുധമാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങളെ ഊന്നിപ്പറഞ്ഞായിരുന്നു അദ്ദേഹം വിമർശിച്ചത്. പ്രത്യേകിച്ചും കുറ്റാരോപിതനായ ലീഗ് പ്രവർത്തകൻ അല്ല ഇതിനു പുറകിൽ എന്നുള്ള കാര്യം ഇന്നലെ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിനു പുറമെയാണ് ദീപിക പത്രത്തിൽ വിമർശനവുമായി അദ്ദേഹം എത്തിയത്. നേരത്തെ തന്നെ CPM സമസ്തയുമായി അടുക്കുന്നുവെന്ന് പശ്ചാത്തലത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പൊതുവേദികളിലടക്കം CPM നേതാക്കൾക്കൊപ്പം സമസ്ത നേതാക്കളും വേദി പങ്കിട്ടിരുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ്. സമസ്തയുടെ CPM പ്രീണനത്തിന് എതിരെ നിരവധി തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനമുന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CPMനുള്ള ഒരു താക്കീതായി, ഒരു മുന്നറിയിപ്പായി സാദിഖ് അലി തങ്ങളുടെ ഈ ലേഖനത്തെ കാണാൻ സാധിക്കും. മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിൽ ആക്കുന്ന വിധത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി മലബാർ മേഖലയിൽ CPM കൈക്കൊണ്ടുവന്നിരുന്നത്. പലസ്തീൻ വിഷയമായാലും പൗരത്വ നിയമ ഭേദഗതി വിഷയമായിരുന്നാലും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലൊക്കെ CPM ആദ്യം തന്നെ പ്രതികരണവും ഇടപെടലുകളും നടത്തി രംഗത്ത് വന്നിരുന്നു. ഇത് ഒരേ സമയം മുസ്ലിം ലീഗിനെയും UDFനെയും പ്രതിരോധത്തിൽ ആക്കിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്ത, CPMനോട് കൂടുതലായി അടുക്കുന്നത്. അതിനുശേഷം CPMുമായും മുഖ്യമന്ത്രിയുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ സമസ്തയിലുള്ള നേതാക്കൾക്ക് സാധിച്ചിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്കും എത്തിയപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് മുസ്ലിം ലീഗിന് ഉണ്ടായത്. എന്നാൽ മുസ്ലിം ലീഗ് ഭയന്നതുപോലെ ആ പ്രതിസന്ധി ഒന്നും വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളത് ലീഗിന് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സമസ്തയിലെ ഒരു വിഭാഗം CPM അനുകൂല നിലപാടെടുത്തെങ്കിലും അത് വോട്ടായി മാറിയില്ല. SDPI വെൽഫെയർ പാർട്ടി വോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ് മലപ്പുറത്ത് UDF ഭൂരിപക്ഷം ഉയർത്തിയത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുസ്ലിം വോട്ടുകൾ തട്ടിയെടുക്കാൻ CPM ശ്രമിച്ച് സമസ്തയെ ദുരുപയോഗപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് CPMനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തുന്നത്. ഇക്കാര്യത്തിൽ ഇനി CPMന്റെ പ്രതികരണം കൂടി വരുമ്പോൾ രംഗം കൊഴുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.